ആൽബി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അമ്മയെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് ഇപ്പം അപ്പ വരും, എന്നിട്ട് കൊണ്ടുവിടും കേട്ടോ. അവിടെ വഴക്ക് കൂടാതെ നിൽക്കണം, ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവിടാൻ എബി പപ്പയോട് പറയും കേട്ടോ. സോഫി മക്കളെ നീറ്റിയിൽ ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അമ്മേ, പോയിട്ട് വന്നിട്ട് വിളിക്കണം, മനുമോനെ ഓർമ്മപ്പെടുത്തി. അത് പിന്നെ അമ്മ വിളിക്കലേ, മോൻ ഇവമോളെ നോക്കണം കേട്ടോ പറഞ്ഞിട്ട് സോഫി ഇറങ്ങി. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ആൽബി. സാരി ഒതുക്കി പിടിച്ച് അവൾ കയറിയിരുന്നു. വലത് കൈകൊണ്ട് ആൽബിയുടെ വയറിൽ വട്ടം പിടിച്ചുകൊണ്ട് ആൽബി ഇടത് കൈ കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് മുറുക്കെ പിടിച്ചു. അത് അവനെ ഇറക്കി പിടിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് സോഫിക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ അവൻ്റെ വയറിൽ അമർത്തി പിടിച്ചു. പോകാം, ആൽബി ചോദിച്ചു. മൂളിക്കൊണ്ട് ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു സോഫി. കാറിൽ പോകുന്നതിനേക്കാൾ അവർ രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് ഈ യാത്രയാണ്. പരസ്പരം ചേർന്നിരുന്നുകൊണ്ട് ബുള്ളറ്റ് ഗേറ്റ് കടന്ന് പോകുന്നത് നോക്കിയിരുന്നു മക്കൾ രണ്ടുപേരും. ഇങ്ങ് പോരാ മക്കളെ, അപ്പ വരട്ടെ. മേരി ചേച്ചി മക്കളെ അകത്തേക്ക് കൊണ്ടുപോയി. ടി വി വെച്ചിരുന്ന് മനുമോൻ കാർട്ടൂണായിരുന്നു ഇവമോളും ഇരുന്ന് കാണാൻ. മെയിൻ റോഡിലേക്ക് കടന്നപ്പോൾ ആൽബി പറഞ്ഞു, ഇന്ന് നൈറ്റൊരു റൈഡ് പോകണം നമുക്ക്, എത്ര നാളായി പോയിട്ട്. ആൽബി പറഞ്ഞു കേട്ട് അവൻ്റെ തൊഴിൽ താടി മുട്ടിച്ചുകൊണ്ട് കാതിൽ പറഞ്ഞോട്. പോകാം. ഇങ്ങനെ ചേർന്നിരുന്ന് കാറ്റിന് പോലും കടന്നു കയറാൻ കഴിയാത്ത അത്ര ചേർന്നിരുന്നുകൊണ്ട് ഇച്ചേൻ്റെ കൂടെ ഈ ഭൂമിയുടെ ഏതറ്റം വരെയും പോകാൻ ഒരുക്കാണ് ഞാൻ. നനത്ത ചുംബനം അവൻ്റെ കവളിൽ കൊടുത്തുകൊണ്ട് തിടുക്കത്തിൽ ശരിക്കിരുന്ന സോഫി. ആൽബി കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് മേശൊന്ന് പിരിച്ചുകൊണ്ട് ക്ലാസ്സിൽ നോക്കി. അവൻ്റെ ഭാവം പെട്ടെന്ന് മാറി. തൻ്റെ ബുള്ളറ്റിന് പിന്നിൽ സതീശിൻ്റെ കാറായിരുന്നു വരുന്നത്. അവൻ്റെ കണ്ണുകൾ കുറുകി. സ്പീഡ് കുറച്ച് ആൽബി അവന് കയറിപ്പോകാൻ വഴി കൊടുത്തുവെങ്കിലും അവൻ കയറിപ്പോയില്ല. ആൽബിയുടെ മുഖം വലിഞ്ഞു മുറുകി. സ്കൂൾ എത്തുന്നതുവരെ അവൻ്റെ കാർ പിന്തുടർന്നത് അറിഞ്ഞിരുന്നു ആൽബി. സ്കൂൾ എത്തിയപ്പോൾ ഓവർടേക്ക് ചെയ്ത് കടന്നുപോയി. സോഫി, നീ വിളിച്ചാൽ മതി, ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട്. ആൽബി ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് വേണ്ടിച്ച, സുധ ടീച്ചർ ഉണ്ടാകും കൂട്ടിന്, ഞാൻ ബസ്സിൽ വരാം. ഇറങ്ങി സാരി നേരെ പിടിച്ചിട്ട് സോഫി ബാഗ് ഇട്ടുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ വരാം. കഴിഞ്ഞ് വിളിച്ചാൽ മതി, കൂടുതൽ സംസാരമൊന്നും വേണ്ട കേട്ടല്ലോ. ആൽബിയുടെ മുഖഭാവം പെട്ടെന്ന് മാറിയത് കണ്ട് സോഫി പകപ്പോടെ അവനെ നോക്കി. ഇത്ര നേരം വളരെ റൊമാൻറ്റിക് ആയിരുന്നല്ലോ, ഇപ്പം എന്തു പറ്റി? ഈ കടയുടെ സ്വഭാവം ഓന്തിൻ്റെ ആണല്ലോ. മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുന്ന അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഇടത് കൈ കൊണ്ട് അവളെ വലിച്ച് തന്നോട് അടുപ്പിച്ചു ആൽബി. പറയുന്നതങ്ങ് കേട്ടാൽ മതി, എൻ്റെ സോഫി കൊച്ചു, കേട്ടല്ലോ. അവൻ്റെ പിടി ഒന്നുകൂടി മുറുകിയപ്പോൾ വെപ്രാളത്തിൽ ചുറ്റും നോക്കുന്ന അവളുടെ കണ്ണിലെ കറുത്ത ഗോളങ്ങൾ നോക്കി കുസൃതിയോടെ ചിരിച്ചു അവൻ. ദേ മനുഷ്യ, നടുറോഡിൽ വെച്ചാണോ തമാശ? ആര് കണ്ടാലും നീ എൻ്റെ ഭാര്യയല്ലാതെ ആക്കില്ലല്ലോ പെണേ. നിന്നെ നടുറോഡിൽ കെട്ടിപ്പിടിച്ചെന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല പെണേ. ഇനി അഥവാ വീണാലും ഈ ആൽബിയുടെ നെഞ്ചിൽ പറ്റി നീയും ഉണ്ടാകും, കേട്ടോടി ഈർക്കിൽ കൊലി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു അവൻ. ഒന്ന് പോയി, മനുഷ്യനെ നാണം കെടുത്തിയും ഈ മനുഷ്യൻ. ബലമായി അവൻ്റെ പിടുത്തം പിടിപ്പിച്ചു വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്തു സോഫി. ഗേറ്റിലെത്തി അവളൊന്ന് തിരിഞ്ഞു നോക്കി. കാൽ നിലത്ത് കുത്തി അവളത്തിനെ നോക്കി നിൽക്കുകയാണ് ആൽബി. അവളെ തിരിഞ്ഞു നോട്ടത്തിനും പിന്നീടുള്ള പുഞ്ചിരിക്കും കാത്തു നിൽക്കുന്ന കാമുകനെ പോലെ അവൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കാത്തു നിന്നു ആൽബി. വരാന്തയിലേക്ക് കയറുമ്പോൾ അവൾ ഒരു നോട്ടം കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് സോഫി വരാന്തയിലേക്ക് കയറുന്ന പടിമേൽ കാലെടുത്ത് വെച്ച് ഒന്നുകൂടി അവനെ നോക്കി. വലത് കൈ ഒന്ന് ഉയർത്തി വീശി കാണിച്ചു. തിരിച്ചവനും ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി തിരിക്കുമ്പോൾ മുന്നിൽ പോയ സതീശിൻ്റെ കാർ തിരികെ വന്ന് കുറച്ച് മുന്നിലായി ബ്രേക്ക് ഇട്ട് നിർത്തിയത് ആൽബി ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടി ഒതുക്കി നിർത്തി. അതിൽ തന്നെ ഇരുന്നു. സതീശൻ ഇറങ്ങി അവനെ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് ഷർട്ടിൻ്റെ കൈ മുട്ടിന് മുകളിലേക്ക് ഒന്നുകൂടി തീർത്ത് വെച്ച് ബുള്ളറ്റിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ആൽബി മുതലാളിയുടെ ഭാര്യ ഈ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതല്ലേ? മോനെ വെച്ചുള്ള ചോദ്യം മനസ്സിലായി ആൽബിക്ക്. ആണെങ്കിൽ കണ്ണുകൾ ചെറുതാക്കി ആൽബി അവനെ നോക്കി ചോദിച്ചു. അല്ല, ഞാൻ കണ്ടായിരുന്നു ആ വരവ്, ആ ഇരിപ്പ് കണ്ട് രോമാഞ്ചം വന്നുപോയി. ഇതൊക്കെ കാണുമ്പോഴാണ് വീട്ടിലുള്ള പെമ്പർനോത്തിയെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുവേ? അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യത്തെ ഭർത്താവ് ചത്ത് മേലേക്ക് പോയപ്പോൾ ഉടനെ നിന്റെ മേലേക്ക് കയറണമെങ്കിൽ അവൾ ചില്ലറക്കാരിയല്ല, അതിനും വേണം ഒരു ഭാഗ്യം. അല്ല, ട്രോഫി എന്ന് ഫ്രീ ആയി കിട്ടിയെങ്കിൽ എന്താ? ഇതൊക്കെയല്ല ഈ ജീവിതത്തിലൊരു ലാഭം. പറഞ്ഞു തീർന്നില്ല. ആൽബിയുടെ ചുരുട്ടിപ്പിടിച്ച വലതുകരം സതീശിൻ്റെ മൂക്കിൻ്റെ പാലം തകർത്തുകൊണ്ട് വായുവിൽ വീശിപ്പോയത് കാറ്റിൻ്റെ വേഗതയിൽ. മുഖം പൊത്തിപ്പിടിച്ചു സതീശൻ. എടാ, നിന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചിരുന്നു നീ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കുമെന്ന്. നിന്റെ കെട്ടിയുള്ള കിണറ്റിലിടാൻ നിനക്ക് തോന്നും. അതെൻ്റെ പെണ്ണിനെ കണ്ടിട്ടില്ല. ഈ മാനിൻ്റെ മുഖംമൂടി രാത്രി അഴിഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കമലയുടെ ചെറ്റ പോക്കാൻ പമ്മി പതുങ്ങി നീ പോകുമ്പോൾ നിൻ്റെ ഈ നാവിനി എൻ്റെ നിറകെ പൊങ്ങിയാൽ നിൻ്റെ മക്കളടക്കം എല്ലാവരും അറിയും. അച്ഛൻ പുതിയ ബന്ധത്തിന് വെടിമരുന്നിട്ട കഥ എനിക്കിട്ട് വല്ലാതെ ചൊറിയാൻ വന്ന മോനെ സതീശ, നിൻ്റെ ലീലാവിലാസങ്ങൾ പോസ്റ്ററായി നാട്ടിൽ പാട്ടാകും, കേട്ടോടാ.
അവനെ നോക്കി ചൂണ്ടുവിരൽ ആട്ടിക്കൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി അവൻ വലിയ ശബ്ദത്തോടെ. അവൻ പോകുന്നത് നോക്കി ഭയത്തോടെ നിന്ന് സതീശൻ. ആൽബി നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായി അവന്. തന്നെ വേരോടെ പിഴുതു കളയാൻ കേൾപ്പുള്ള ബോംബാണവൻ. തരിപ്പ് പിടിച്ച മുഖത്ത് നിന്ന് കൈയെടുത്തപ്പോൾ ചോരയുടെ നിറം കൈകളിൽ പറ്റിയത് കണ്ട് വേഗം കാറിൽ കയറി ഓടിച്ചു പോയവൻ. ആൽബി തിരികെ വീട്ടിലെത്തി. മക്കളെ തറവാട്ടിൽ കൊണ്ടുവിട്ട് നേരെ ഓഫീസിലേക്ക് പോയി. ജിജു അവനെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. വന്നോ, നിന്നെ ഞാൻ വിളിക്കുകയായിരിക്കുമായിരുന്നു. എൻ്റെ പൊന്നുമോനെ, നീ ഇവിടേക്ക് വന്നിട്ട് 2 ദിവസം ലീവ് എടുക്കാൻ വേണ്ടി. ഇവിടുത്തെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും കാപ്പിയും റബ്ബറും മാത്രമാണ് ഇപ്പം എൻ്റെ ശ്വാസം. ഭാര്യ പറഞ്ഞത് എന്തിനാ വീട്ടിലേക്ക് വരുന്നത്, അവിടെ തന്നെ കോടിക്കാന്നാണ്. കാര്യം മോളെ കുറ്റം പറയാൻ ഒക്കത്തില്ല. അവിടെ ചെന്നാലും കണക്ക് നോക്കാനുണ്ടാകും. ഇതുവരെ എല്ലാം മോക്കിയാക്കി വെച്ചിട്ടുണ്ട്. ദാ പിടിച്ചോ, 2 ദിവസം ഞാൻ ഈ ഏരിയയിലേക്കില്ല കേട്ടോ പറഞ്ഞിട്ട് ജിജു എഴുന്നേറ്റു. എടാ, നീ അങ്ങനെ അങ്ങ് പോയാലോ, ഞാൻ ചോദിക്കട്ടെ, ഇരിക്കുക പറഞ്ഞിട്ട് ആൽബി ജിജോയുടെ ചുമരിൽ തൻ്റെ വലത് കൈ കൊണ്ട് പിടിച്ച് കസേരയിലെത്തി. ജിജോയുടെ മുഖം ചെറുതായി വിളറി. തൻ്റെ പഴയ കളിക്കൂട്ടുകാരൻ്റെ കണ്ണിലെ പിടപ്പ് കണ്ട് ആൽബി അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു, അന്നക്കുട്ടി, എനിക്ക് അന്യാണോ? ആൽബിയുടെ ചോദ്യം ചങ്ക് പൊള്ളിച്ചു അവൻ്റെ. ആൽബി, നിന്നോട് പറയേണ്ടെന്ന് കരുതി തന്നെയാണ് ഞാൻ മറച്ചു വെച്ചത്. നീ അല്ലാതെ തന്നെ വേണ്ട ടെൻഷനിലാണ്. ഇനി എൻ്റെ അന്നക്കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് കൂടുതൽ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. ജിജിയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ ചങ്ക് പിടഞ്ഞു ആൽബിയുടെ. എടാ, ഞാൻ ഇവിടേക്ക് വരുന്ന വഴിയാണ് ഡോക്ടർ അലക്സാണ്ടർ വിളിച്ചത്. നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നല്ലോ അവൻ. നീ എൻ്റെ കൂടെയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ വിളിച്ചത്. ഞാൻ വിവരം പറഞ്ഞപ്പോൾ അവനെ കാണാൻ ചെല്ലുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അവന്. ചെല്ലാതിരുന്നത് കൊണ്ടാണ് അവൻ വിളിച്ചത്. നന്നായി, ഇല്ലെങ്കിൽ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഈവ മോളെ പോലെ തന്നെയല്ലേ എനിക്ക് അന്നക്കുട്ടി. എന്നിട്ടും എന്നോട് ആൽബി അവനെതിരെ കസേര വലിച്ചിട്ടിരുന്നുകൊണ്ട് പറഞ്ഞു. ഒരു ഓപ്പറേഷൻ നടത്തിയാൽ ശരിയാക്കാമെന്നാണ് അലക്സാണ്ടർ പറഞ്ഞത്. പക്ഷെ ഒരുപാട് ചിലവ് വരും. അത് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. മത്തായി ചേട്ടനെ ചെന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതാ നീ വരുന്നില്ലേ എന്ന് വിളിച്ച് ചോദിച്ചത്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. എൻ്റെ മുള്ള ജീവൻ എനിക്ക് രക്ഷിക്കണം. ജിജോ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. നീ ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം. നീ പേടിക്കണ്ട, പൈസയൊക്കെ സംഘടിപ്പിക്കാം. എന്നാലും നീ മറച്ചു വെച്ചില്ല എന്നോട്. അതൊരു വിഷമമായി. ചില മത്തായി ചേട്ടൻ്റെ അടുത്ത് പോകണ്ട. സ്വർണ്ണമൊക്കെ ഉണ്ട്, അത് പണയം വെക്കാം. പൈസ ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ഇറക്കി കിടക്കുമല്ലേ. നീ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്ക്. എത്ര പൈസ ചിലവ് വരുമെന്നൊക്കെ അറിഞ്ഞിട്ട് ആൽബി ജിജിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നോക്കട്ടെ, നിൻ്റെ അവസ്ഥ എനിക്കറിയാലോ, ഞാൻ വിളിക്കടാ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന അവനെ നോക്കി ആൽബി നിന്നു. അവനാകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. എന്തു വന്നാലും അന്നക്കുട്ടിയെ രക്ഷിച്ചേ മതിയാകൂ. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആൽബി ഫയലുകൾ ചെക്ക് ചെയ്തു. സ്റ്റോക്ക് നോക്കി. കുറേ ദിവസമായി അവിടേക്ക് വരാത്തത് കൊണ്ട് കുറച്ചധികം ജോലികളുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് നേരെ ബാറിലേക്ക് പോയി. ദാസേട്ടൻ ഫുൾ ആക്റ്റീവായിരുന്നു അവിടെ. മാനേജർ ജോഷിയും മാൽവിക്ക് അടുത്തറിയാവുന്ന ആളാണ്. കണക്കും കാര്യങ്ങളുമൊക്കെ നോക്കി അവിടെ നിൽക്കുമ്പോഴാണ് സോഫി വിളിക്കുന്നത്. സ്കൂളിൽ നിന്നും ഇറങ്ങാറായി എന്നും പറഞ്ഞുകൊണ്ട്. ഇനി ഏതായാലും ടീച്ചറെ കൂടെ വാ, ഞാൻ ബാറിലേക്ക് വന്നതാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയ വീട്ടിലേക്ക് വരാം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അവൻ. സോഫിക്ക് സമാധാനമായി. എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ അവൻ വരില്ലെന്നറിയാമായിരുന്നു അവൾക്ക്. ടീച്ചർ കളിയാക്കുമെന്ന ചമ്മൽ വേറെയും. എന്താ സോഫി ടീച്ചറെ, ഇച്ചൻ തിരക്കിലാണെന്ന് തോന്നുന്നു. ആൽബി വേഗം ഫോൺ വെച്ച് കണ്ട് ചോദിച്ചു സുധ ടീച്ചർ. ഇച്ചൻ ബാറിലാണ്, അതുകൊണ്ടാണ് വേഗം വെച്ചത്. നമുക്ക് ഒരുമിച്ച് പോകാം ടീച്ചറെ പറഞ്ഞുകൊണ്ട് ബാഗെടുത്ത് തോളിലിട്ടു സോഫി. രണ്ടുപേരും കൂടി സ്റ്റാഫ് റൂമിൽ നിന്നും വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് ജോബി വരുന്ന കണ്ടത്. അവനെ കണ്ടപ്പോൾ മുഖം വെട്ടിച്ചു അവൾ. അവളെ നിന്ന് ദഹിപ്പിക്കുന്ന പോലെ നോക്കിയിട്ട് ഹെഡ് മാസ്റ്റർ റൂമിലേക്ക് കയറിപ്പോയി. പെയിൻറ്റിങ് നടക്കുന്നതിൻ്റെ ചർച്ചയാണെന്ന് തോന്നുന്നു. മാനേജ്മെൻറ്റിലെ അംഗങ്ങളൊക്കെയും വന്നിട്ടുണ്ട്. സുധ ടീച്ചർ പറഞ്ഞപ്പോൾ സോഫി ഒന്ന് മൂളി. ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി സോഫി വീട്ടിലെത്തുമ്പോൾ 3 മണിയോട് അടുപ്പിച്ചിരുന്നു സമയം. വേഷം മാറി നൈറ്റി ഇട്ടു. കഴിക്കാൻ ചോറെടുത്തപ്പോൾ ഒരു ഉത്സാഹം തോന്നിയില്ല അവൾക്ക്. തനിയെ കഴിക്കണ്ടേ, മക്കളുടെ അനക്കവും ഒന്നുമില്ലാതെ വീട് ഉറങ്ങിപ്പോയിരിക്കുന്നു. കുറച്ച് ചോറെടുത്ത് കഴിച്ചെന്ന് വരുത്തി പ്ലേറ്റ് കഴുകി റൂമിലേക്ക് വന്നു അവൾ. ഫോൺ എടുത്ത് മക്കളെ വിളിച്ചു. മേഴ്സി മമ്മിയാണ് വിളിച്ചത് അവൾ. 4 പേരും പൊരിഞ്ഞ കളിയാണെന്ന് മമ്മി പറഞ്ഞു. മരിയയും അപ്പച്ചനും കൂടെയുണ്ടെന്നും മുറ്റത്താണ് കളിക്കുന്നത്, ഞാൻ വിളിച്ചിട്ട് വരാം മമ്മി പറഞ്ഞുകൊണ്ട് മക്കളെ വിളിക്കുന്ന ശബ്ദം കേട്ട് കിടന്നു അവൾ. അമ്മേ, സ്കൂളിൽ പോയി വന്നോ? ഇവ മോളുടെ സ്വരമാണ് ആദ്യം കേട്ടത്. വന്നു മോളെ, ചേട്ടായി എവിടെ? നല്ല കളിയാണ് എല്ലാവരും കൂടിയല്ലേ സോഫി മോളോട് ചോദിച്ചു. അവൾ വലിയ സന്തോഷത്തിലാണ്. കളിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മനുമോൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. മോനെ ശ്രദ്ധിക്കണം കേട്ടോ സോഫി പറഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞ് മനുമോൻ ഫോൺ കട്ടാക്കി. വെറുതെ കിടന്നൊന്ന് മയങ്ങി അവൾ. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് കണ്ണ് തുറക്കുന്നത്. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. 6 മണിയായിരിക്കുന്നു. ഇത്ര സമയം താൻ കിടന്നുറങ്ങിയോ?
വേഗം എഴുന്നേറ്റ് ജനലിലൂടെ നോക്കിയപ്പോൾ സീറ്റോട്ടിൽ നിൽക്കുന്ന ആൽബിയെ കണ്ടു. വേഗം വാതിൽ തുറന്നു. ചിരിച്ച മുഖത്തോടെ ആൽബി അവളെ നിന്ന് നോക്കി. ഉറങ്ങി വിയർത്ത മുഖവും അഴിഞ്ഞു കിടക്കുന്ന മുടിയും കണ്ടപ്പോൾ തന്നെ അവൾ നല്ല ഉറക്കത്തിലായിരുന്നെന്ന് മനസ്സിലായി അവന്. നല്ല ഉറക്കത്തിലായിരുന്നു അല്ലേ? ഞാൻ കുറച്ച് സമയം ബെല്ലടിക്കുന്നു. ചിരിച്ചുകൊണ്ട് അവളെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് കയറിയവൻ. മക്കളെ വിളിച്ച് കിടന്നതാണ്. അവർ അവിടെ കളിയുടെ തിരക്കില. പെട്ടെന്ന് ഫോൺ വെക്കുകയും ചെയ്തു. പിന്നൊന്നും ചെയ്യാനില്ലല്ലോ, അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇത്ര സമയമായെന്ന് ക്ലോക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ. നേരം പോവാത്തത് കൊണ്ടാണ് ഉറങ്ങിപ്പോയത്. ഞാനും കുറച്ച് ബാറിലൊക്കെ പോയി. ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ അവിടെ ഇല്ലാതിരിക്കണ്ടല്ലോ. നമുക്കൊരു മൂവിക്ക് പോകാം. കുറേ നാളായാലും പോയിട്ട്. ഇന്നൊന്ന് പോകണം. നാളെ പോയാൽ പോരെ? ഇന്ന് നൈറ്റ് റൈഡ് പോകാമെന്ന് പറഞ്ഞത് മറന്നോ? സോഫി അവനെ ഒന്ന് ചെരിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് മറന്നിട്ടില്ല. മൂവി കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തായാലും നൈറ്റ് ആകുമല്ലോ, അപ്പോൾ രണ്ടും കൂടി നടക്കുമല്ലോ, ആൽബി പറഞ്ഞു. ഞാൻ ചായ ഇടാം, ചായ കുടിച്ചിട്ട് പോകാം, എന്നാലേ ഒരു ഉഷാറുണ്ടാവുകയുള്ളൂ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവൾ. ആൽബി റൂമിലേക്കും വാച്ച് ഒരു ടേബിളിൽ വെച്ച് ജുബ ഊരിയിട്ട് വാഷ്റൂമിലേക്ക് പോയി. തിരിച്ചു വന്ന് TV ഓൺ ചെയ്തിരുന്നു അവൻ. സോഫി രണ്ടുപേർക്കും ചായയുമായി വന്നു. അവന് കൊടുത്തുകൊണ്ട് അവൻ്റെ അരികിലേക്കിരുന്നു. വേഗം ആയിക്കോട്ടെ, ആ മേലെഴുകി വീണ്ടും പറഞ്ഞിട്ട് അവൾ ചായ കുടിച്ചു. എന്നാൽ വേഗം വാ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം, കുസൃതിയോടെ ആൽബി പറഞ്ഞപ്പോൾ സോഫി അവനെ കണ്ണൊട്ടി നോക്കി. പിന്നെ വേറെ പണിയില്ല, ഒന്ന് പോ. അവൻ്റെ നെഞ്ചിൽ ഒരു കുത്തു കൊടുത്തു. വേണ്ടെങ്കിൽ വേണ്ട, കാര്യം പറഞ്ഞ് നിനക്ക് അല്ലെങ്കിലും പറ്റില്ലല്ലോ, നിരാശയോടെ പറഞ്ഞിട്ട് വാർത്തയിലേക്ക് ശ്രദ്ധിച്ചു അവൻ. സോഫി റൂമിലേക്ക് കയറിയപ്പോൾ പിന്നാലെ അവനും ചെന്നു. ബാത്റൂമിലേക്ക് അവൾ കയറുമ്പോൾ ഒപ്പം കയറുകയും ചെയ്തു. പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലേ? അവരിന്ന് കുർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ആൽബി ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ പിന്നെ അത് നടക്കാതെ ഒരു സമാധാനം ഉണ്ടാകില്ലല്ലോ മോളെ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? ചോദിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി. അവൾ നീങ്ങി പിന്നിലേക്ക് മാറി. ചുമരിൽ തട്ടി നിന്നപ്പോൾ ആൽബി അവളുടെ ഇരു കൈകളും പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് വെച്ചു. അവളുടെ ദേഹത്തേക്ക് ഒന്ന് ചാഞ്ഞു. നേരം വായിക്കൂട്ടോ, സോഫി പറഞ്ഞപ്പോൾ അവളെ കഴുത്തിനിടയിലേക്ക് മുഖം പൂഴ്ത്തിയവൻ. ആയിക്കോട്ടെ, ഇപ്പോൾ ഇതാണ് ആൽബിയുടെ ലഹരി പറഞ്ഞുകൊണ്ട് ഒരു കൈ എത്തിച്ച് ഷവർ ഓൺ ചെയ്തവൻ അവളെ അതിനടിയിലേക്ക് നിർത്തി. ഇരുവരും ഒന്നിച്ച് നനഞ്ഞു. അവളെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങിയ വെള്ളം മൂക്കിൻ തുമ്പിലൂടെ ചുണ്ടിലേക്ക് ഇറ്റിവിടാൻ മടിച്ചുകൊണ്ട് നിന്നതിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചു. തേന്മാവിനെ വരിഞ്ഞ മുല്ലവള്ളി പോലെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടിയപ്പോൾ ആൽബിയുടെ ഒരു കൈ അവളുടെ മാറിലും മറുകൈ അരക്കെട്ടിലും അമർത്തി പിടിച്ചിരുന്നു. ഇരുവരും ഒന്നിച്ച് നനഞ്ഞു. ഷവർ ഓഫ് ചെയ്ത് ഡബിലേക്ക് അവളെ ചേർത്ത് പിടിച്ച് നടന്നു അവൻ. അപ്പോഴും അവൻ്റെ അതരം അവളെ ചുണ്ടുകളിലെ തേൻ നുകർന്നുകൊണ്ടിരുന്നു. വെള്ളം ഓൺ ചെയ്ത് ടാബിലേക്ക് കിടന്നു അവൻ. അവളെ തന്നെ ദേഹത്തേക്ക് കിടത്തിക്കൊണ്ട് തല ഉയർത്തി വെച്ചിട്ടുണ്ട് ആൽബി. വെള്ളം കുറേശ്ശേയി നിറയാൻ തുടങ്ങി. സോഫി അവൻ്റെ നെറ്റിയിലും കവിളിലും അമർത്തി ചുംബിച്ചു. അവൻ്റെ ദേഹത്തേക്ക് അവളുടെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് രണ്ടുപേരും ശരീരങ്ങൾ ചൂട് പിടിച്ചു. അവളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അവൻ. അനുഭൂതിയുടെ ആഴങ്ങളിലേക്ക് അവളെ വലിച്ചുയർത്തി ടപ്പിന് പുറത്ത് നിർത്തിയപ്പോൾ അവളെ ചുണ്ടുകൾ വിറച്ചു. തണുപ്പ് കൊണ്ട് വേഗം കുളിച്ച് ടവലെടുത്ത് തുടച്ച് രണ്ടുപേരും പുറത്തിറങ്ങി. ഇനിയിപ്പോൾ പോകണോ? ഷെൽഫിലും ചുരിദാർ എടുത്തിട്ടുകൊണ്ട് ചോദിച്ചു അവൾ. പറഞ്ഞു നിൽക്കാതെ എളുപ്പം വാപണേ പറഞ്ഞുകൊണ്ട് ആൽബി ചുബയും മുണ്ടും എടുത്ത് ധരിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവളും വേഗം ഒരുങ്ങി വാതിലടിച്ച് ലോക്കാക്കി രണ്ടുപേരും പോകാനിറങ്ങി. ആൽബി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റിന് പുറത്തേക്ക് നിർത്തി. സോഫി ഗേറ്റ് അടിച്ച് പൊട്ടി അവൻ്റെ പിന്നിൽ കയറിയിരുന്നു. സാധാരണ ഇരിക്കും പോലെയല്ല, ഇരു കാലുകളും അപ്പുറവും ഇപ്പുറവും ഇട്ട് അവനോട് ചേർന്നിരുന്നു. ഇരു കൈകളും കൊണ്ട് അവൻ്റെ വയറിന് മീതെ കൂടി ചുറ്റിപ്പിടിച്ച് അവൻ്റെ തൊഴിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പോകാം. ആൽബി ഒന്ന് തിരിഞ്ഞവളെ നെറ്റിൽ മൃദുചുംബനം നൽകിക്കൊണ്ട് ചോദിച്ചു. മൂളിക്കൊണ്ട് അവനോട് ഒന്നുകൂടി പറ്റിയിരുന്നു അവൾ. എന്താ വേണേ, ഒരു ഉഷാറില്ലല്ലോ, ക്ഷീണിച്ചു പോയോ? കള്ളച്ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവൻ വണ്ടി വിട്ടു. പിന്നെ ക്ഷീണിക്കാതെ, അമ്മാതിരി കാട്ടിക്കോട്ടലല്ലേ കാണിച്ചു കൂട്ടുന്നത്. കിടന്നാൽ മതി എന്നായി. അതിന് സമ്മതിക്കില്ല. നാളെ പോകാമായിരുന്നല്ലോ. അതെങ്ങനെ? ഇന്നൊരാഗ്രഹം തോന്നിയാൽ അതങ്ങ് ചെയ്തേക്കണം. നാളെ കണ്ണ് തുറക്കുമ്പോൾ ആരോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ. നാളെ ഞാനങ്ങ് പോയ പിന്നെ ഈ ആഗ്രഹം വെച്ച് പോകണ്ടേ? കർത്താവ് എന്നാ പറഞ്ഞിരിക്കുന്നത്? നാളത്തേക്കൊന്നും വയ്ക്കരുത്, നാളെ എന്നത് അദ്ദേഹം തീരുമാനിക്കും. ഇന്നലെ നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയി. നാളെ എന്തെന്ന് അറിയില്ല. നമുക്ക് കിട്ടിയ ഇന്നിൽ നമുക്ക് ജീവിക്കാൻ വേണേ, അതാണ് അതിന് ശരി. ഇനി അതിൽ പിടിച്ച് കയറി നിൽക്കണ്ട. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ ഹൃദയത്തെ കീറി മുറിക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ലേച്ച. ഈ വെളിച്ചം എനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഇരുട്ടിൽ കഴിഞ്ഞനെ. ഈ സോഫി ഇരുട്ടിൽ വഴി കാണിക്കാതെ പകച്ചിന്ന എന്നെ വെളിച്ചത്തിലേക്ക് കൈ പിടിച്ച് നടത്തിയിട്ട് പെട്ടെന്ന് അണഞ്ഞു പോയ പിന്നെ ഞാനും ആ കൂടെ അങ്ങ് വരും. അവളുടെ സ്വരം ഇടറി. ഒന്ന് പോവണേ, ഞാൻ വെറുതെ പറഞ്ഞതടി. ആ മോടങ്ങ് പോയി.
പറഞ്ഞുകൊണ്ട് ആൽബി വേഗത്തിൽ വിട്ടു വണ്ടി. അവളുടെ കൈകൾ അവൻ്റെ വയറിൽ നിന്ന് നെഞ്ചിലേക്ക് വഴി മാറി. തിയേറ്ററിലെത്തി ടിക്കറ്റ് എടുക്കാൻ ക്യൂവിൽ നിന്നു ആൽബി. ഓടിക്കൊണ്ടിരുന്ന പടം കഴിഞ്ഞ ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. അല്ല, ആരിത് ആൽബിച്ചനോ? എടാ ആൽബിച്ചനോ, ടിക്കറ്റ് ഒന്നും വേണ്ട, നീ അവിടെ പറഞ്ഞാൽ മതി. ടിക്കറ്റ് വാങ്ങാൻ വന്നിരുന്ന പയ്യനെ നോക്കി പറഞ്ഞിട്ട് സേവിച്ചൻ ഇറങ്ങി വന്നു. ഏയ് അതെന്നാ പണിയാ, കാലും കൂടി ഇന്നാണ് വരുന്നത്, അപ്പോൾ ടിക്കറ്റ് എടുക്കാതെ എങ്ങനെയാ? വേണ്ടടോ വേ, നീ ഇങ്ങ് വന്നേ പറഞ്ഞുകൊണ്ട് സേവി ആൽബിയുടെ അടുത്തേക്ക് വന്നു. സോഫി അല്പം മാറി നിൽക്കുകയാണ്. പെങ്ങളെ, ഇവൻ ആൾ പൊലിയ. സിനിമ കാണാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എത്ര ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്നറിയാമോ? എന്നാലും പരീക്ഷ കഴിയുമ്പോൾ ഇവനായിരിക്കും ടോപ്പർ. അന്നൊക്കെ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ ഞാൻ മാറി നിൽക്കുമ്പോൾ ഇവനുണ്ടല്ലോ, പൈസ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ പാർട്ടി ബൈറ്റ് എടുക്കും. പിരിവെന്നും പറഞ്ഞിട്ട് 4-5 പിള്ളേർ വലയിൽ വീഴും. അന്ന് കുശാലായിരിക്കും ഞങ്ങൾക്ക്. 4-5 പേരുണ്ട് സെറ്റിൽ. എന്നിട്ട് ഈ പഹയൻ എന്ത് ചെയ്യുമെന്നറിയോ? പിറ്റേ ദിവസം പൈസ കൊണ്ടുവന്ന് പാർട്ടി പിരിവ് ബക്കറ്റിടും. അതൊക്കെ ഒരു കാലം. വല്ലാത്ത ഭ്രാന്തായിരുന്നു അന്ന് സിനിമയെന്ന് പറഞ്ഞാൽ. അല്ല, ആ ഭ്രാന്തിൻ്റെ ബലം തന്നെയാണ് ഈ കാണുന്നത്. ആൽബിയുടെ തോളിൽ കയറ്റി നിന്നുകൊണ്ട് സേവി പറഞ്ഞപ്പോൾ സോഫി ചിരിച്ചു പോയി. വാ, അവർ തിയേറ്ററിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി. അവിടെയുള്ള ആൾക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ശരി, ഇനി ഞാൻ കട്ടുറുമ്പാകുന്നില്ല പറഞ്ഞുകൊണ്ട് പോയി സേവി. എവിടെ പോയാലും ഉണ്ടല്ലോ ഒരാൾ, സോഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ കാണാതെ നീ എന്നെപ്പറ്റി എന്താ കരുതിയത് പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിലൊന്ന് പിടിച്ചു വലിച്ചു അവൻ. ദേ, നിറയെ ആളുകളുണ്ട് കേട്ടോ, ആക്രമമൊന്നും കാണിക്കാതിരുന്നു. ഞാൻ ടീച്ചറാണ്, വല്ല കുട്ടികളോ പേരൻസോ ഉണ്ടാകും. അവൻ്റെ കാതിൽ അടക്കം പറഞ്ഞു സോഫി. ഉത്തരവ്. അവളെ നേരെ 2 കൈയും കൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി. ചിരി ഒതുക്കിക്കൊണ്ട് സോഫി ഇരുന്നു. പടം തുടങ്ങി. നല്ലൊരു ഫാമിലി മൂവി. ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ ആൽബി അവളുടെ കാതിൽ അടക്കം പറഞ്ഞു. അവർ കരയുന്നത് പൈസ വാങ്ങിയാണ്. എൻ്റെ പെണ്ണെതിനാ കരയുന്നത്? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ വേഗം കണ്ണ് തുടച്ചു സോഫി. ഇൻ്റർവെൽ സമയത്ത് ആൽബി പുറത്തുപോയി കുടിക്കാൻ ജ്യൂസ് വാങ്ങിക്കൊണ്ട് വന്നു. കഴിക്കാൻ ചിപ്സും. നല്ല സിനിമയായിരുന്നു. ഹാപ്പി എൻഡിങ്. സേവിയുടെ യാത്ര പറഞ്ഞിറങ്ങി അവർ. വരുന്ന വഴി തട്ടുകടയിൽ നിന്നും ആഹാരം കഴിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങി. ബുള്ളറ്റ് നിർത്തി ആൽബി. ഗേറ്റ് തുറന്നു കൊടുത്തു സോഫി. ആൽബി പോർച്ചിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റി. ഗേറ്റ് അടച്ച് പൊട്ടി സോഫിയും വന്നു. 2 പേരും അകത്തേക്ക് കയറി വാതിലടച്ചു. അതെ, ഇന്ന് ബാൽക്കണിയിലാണ് കേട്ടോ. കുറേ നമ്മുടെ ആട്ടുകെട്ടിൽ അനാഥമായി കിടക്കുന്നു, ഒരൊച്ചയും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി അവൻ. സോഫി കിച്ചണിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ ആൽബി വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. വേഷം മാറിക്കൊണ്ട്. ഞാൻ അവിടെ ഉണ്ടാകും, ആ വൈറ്റ് നൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ മതി കേട്ടോ പറഞ്ഞുകൊണ്ട് അവളെ നിന്ന് നോക്കി ഫോണും എടുത്ത് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഷെൽഫിൽ നിന്നും അവൻ പറഞ്ഞ വൈറ്റ് നൈറ്റ് ഡ്രസ്സ് എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി.